ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈജയന്തി അലീനയെ താക്കീത് ചെയ്തിട്ടാണ് കൊല്ലപ്പള്ളിയിലേക്ക് പോയത്. കൊല്ലപ്പള്ളിയിൽ എത്തിയ ഉടനെ വൈജയന്തി ശിവനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവൻ പറയാണ്, ബാലേന്ദ്രൻ നിങ്ങളൊക്കെ ചതിച്ചതാണ്. ബാലേന്ദ്രൻ്റെ കുരുട്ട് ബുദ്ധിയാണ് ബിജിത്താമ്മയെ കൊല്ലപ്പള്ളിക്ക് പറഞ്ഞു വെച്ചതും അച്ഛനെ സ്വാധീനിച്ച് അലീനയെ കൊല്ലപ്പള്ളിക്ക് എത്തിച്ചതും. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അലീനയെ എങ്ങനെയാണ് ബാലേന്ദ്രൻ അറിയുന്നത് എന്നൊക്കെ. അപ്പോൾ അവർ പറയാണ്, ബാലേന്ദ്രൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, എന്താ കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ്റെ ഭാര്യ പറയുന്നു, ബാലേന്ദ്രൻ്റെ സ്വന്തം മോളാണ് അലീന എന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, സ്വന്തം മോളോ? അപ്പോൾ കമലേടത്തി പറയാണ്, ആ സ്വന്തം മോൾ. അപ്പോൾ ശിവേട്ടൻ വൈജയന്തിയോട് പറയാണ്, ബാലേന്ദ്രൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള മകളാണ് അലീന എന്ന്. അപ്പോൾ കമലേട്ടത്തി വൈജയന്തിയെ ചൂട് പിടിപ്പിക്കുകയാണ്, നിൻ്റെ മകൾക്ക് നിൻ്റെ വീട്ടിൽ വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ കിട്ടൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് വൈജയന്തിയുടെ അമ്മയുടെ മുറിയിലേക്ക് പോവാണ്. അപ്പോൾ അമ്മ പറയാണ്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തായി, ഞാൻ അന്നേ കല്യാണം കഴിക്കുന്നില്ല പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നീ ഒന്ന് പിടിച്ച് നിൽക്കുമെന്ന്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ വീട്ടിലേക്ക് പോവുക അമ്മയെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന്. അപ്പോൾ ശിവനോട് പറയുന്നുണ്ട്, ഞാനെല്ലാം തീരുമാനിച്ചു, ഇനി അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈജയന്തി അവിടുന്ന് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ വൈജയന്തി ഇറങ്ങി പോകുമ്പോൾ തന്നെ മനു അങ്ങനെ കയറി വരുന്നുണ്ട്. മനു വിളിച്ചിട്ടും നിർത്തുന്നില്ല വൈജയന്തി. അങ്ങനെ വീട്ടിൽ എത്തിയ ഉടനെ തന്നെ വൈജയന്തിയുടെ മൂത്ത മോളാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ മോള് ചോദിക്കുന്നുണ്ട്, എന്താ ലേറ്റായി എന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നത്, ബാലേന്ദ്രൻ ഇല്ലേ ഇവിടെ, എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്.